ആകാശവാണി വാർത്താ വീക്ഷണം. ഓട്ടിസം ഒരു രോഗമല്ല, വിവേചനമില്ലാതെ ചേർത്ത് പിടിക്കാം അവരെ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ്, വീക്ഷണം. അവതരണം സുധിൻ സൈനുദ്ദീൻ. ഇന്നലെ ആയിരുന്നു ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. ലോകമെമ്പാടുമുള്ള ഓട്ടിസം ബാധിതരായ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനം ആചരിച്ചു വരുന്നത്. 2007 മുതലാണ് ഈ സവിശേഷമായ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. കേവലം ഒരു ദിനത്തിലെ ഓർമ്മപ്പെടുത്തലുകൾക്കും ആചരണങ്ങൾക്കും അപ്പുറം ഓട്ടിസം ബാധിതരായ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ പോരാട്ടമാണ് ഈ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓട്ടിസത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും ശാസ്ത്രീയമായ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ലോകമെമ്പാടും നിരവധി ക്യാമ്പയിനുകൾ ഈ ദിവസം സംഘടിപ്പിക്കാറുണ്ട്. ബോധവൽക്കരണത്തിൽ തുടങ്ങി ഓട്ടിസം ബാധിതരെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും പുതിയ ആഗോള ലക്ഷ്യം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD എന്നത് മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ചയെയും വികാസത്തെയും ബാധിക്കുന്ന സവിശേഷമായ ഒരവസ്ഥയാണ്. ആശയവിനിമയം നടത്തുന്നതിലും സമൂഹവുമായി ഇടപഴകുന്നതിലും ഇവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഇത് ഒരിക്കലും ഒരു രോഗമല്ല. ഒരു വ്യക്തിയുടെ തലച്ചോറ് പുറത്തുനിന്നുള്ള വിവരങ്ങൾ ഗ്രഹിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ് ഓട്ടിസം. സ്പെക്ട്രം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഓട്ടിസം ബാധിച്ച ഓരോ വ്യക്തിയിലും കാണപ്പെടുന്ന ലക്ഷണങ്ങളും അവയുടെ തീവ്രതയും തികച്ചും വ്യത്യസ്തമായിരിക്കും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് 100 പേരിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രിയിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഇതിന്റെ വ്യാപനം ഏകദേശം 250 കുട്ടികളിൽ ഒരാൾക്ക് എന്നതാണ്. അമേരിക്കയിൽ ഇത് 54 പേരിൽ ഒരാൾ എന്ന തോതിലാണ് കാണപ്പെടുന്നത്. ചിലർക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ വലിയ തോതിലുള്ള സഹായം ആവശ്യമായി വരുമ്പോൾ മറ്റു ചിലർക്ക് വളരെ ചെറിയ പിന്തുണയോടെ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കും. ASD ഉള്ള ചില കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മറ്റുള്ളവർ ആവർത്തിച്ചുള്ള സ്വഭാവങ്ങളും ചേഷ്ടകളും കൊണ്ട് ബുദ്ധിമുട്ടുന്നു. കൂടാതെ ചില കുട്ടികൾക്ക് ബുദ്ധിപരമായ വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ മറ്റു ചിലർക്ക് അസാധാരണമായ വൈജ്ഞാനിക കഴിവുകൾ ഉണ്ടായിരിക്കാം എന്നതും ഓട്ടിസത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിനാൽ തന്നെ ഓരോ വ്യക്തിയെയും അവരുടെ സവിശേഷതകൾ കൃത്യമായി മനസ്സിലാക്കി വേണം പരിഗണിക്കാൻ. ഓട്ടിസത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പൂർണ്ണമായും ശാസ്ത്രലോകം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ സംയോജനത്തിന് ഈ അവസ്ഥയിൽ വലിയൊരു പങ്കുണ്ട് എന്ന് വിവിധ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഗർഭകാലത്ത് മാതാവിനുണ്ടാകുന്ന ചില രോഗങ്ങൾ അല്ലെങ്കിൽ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് പോലുള്ള കാര്യങ്ങൾ കുഞ്ഞിൽ ASD രൂപപ്പെടാൻ കാരണമായേക്കാമെന്ന് ചില പഠനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കുട്ടികളിലെ ഓട്ടിസം ലക്ഷണം നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണയായി കുട്ടികൾ ജനിച്ച് ആദ്യത്തെ 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട്. പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാതിരിക്കുക, സമപ്രായക്കാരായ കുട്ടികളുമായി കളിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുക തുടങ്ങിയവ പ്രാരംഭ ലക്ഷണങ്ങളിൽ ചിലതാണ്. സംസാരശേഷി കൈവരിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം അല്ലെങ്കിൽ സംസാരശേഷിയുടെ പൂർണ്ണമായ അഭാവം എന്നിവയും പ്രധാനമാണ്. ഒരേ പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക, ചില പ്രത്യേക കാര്യങ്ങളോടോ വസ്തുക്കളോടോ പ്രത്യേകമായ ഇഷ്ടമോ വെറുപ്പോ കാണിക്കുക, ദിനചര്യകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ മാതാപിതാക്കൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ സ്ക്രീനിംഗ് നടത്തുകയും ചെയ്യേണ്ടത് കുട്ടികളുടെ ഭാവി വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തലിലൂടെയാണ് ASD സ്ഥിരീകരിക്കുന്നത്. കൃത്യമായ പരിശോധനകളിലൂടെ ഓട്ടിസം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ശാസ്ത്രീയമായ ഇടപെടലുകൾ ആരംഭിക്കണം. മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. പകരം അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് അഥവാ ABA, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി തുടങ്ങിയ നിരന്തരമായ പരിശീലനങ്ങളിലൂടെ കുട്ടികളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ലോകമെങ്ങുമുള്ള ASD ബാധിതരിൽ മുഴുവൻ പേർക്കും അർഹമായ ചികിത്സ തക്ക സമയത്ത് ലഭിക്കുന്നില്ല എന്നത് പ്രധാനമായ ഒരു വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. ഇത്തരം പരിശീലനങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ പല സാധാരണ കുടുംബങ്ങൾക്കും ഇത് താങ്ങാൻ കഴിയാറില്ല.
അതിനാൽ സർക്കാർ തലത്തിൽ സൗജന്യമായ തെറാപ്പി സെന്ററുകൾ കൂടുതൽ ആരംഭിക്കേണ്ടതുണ്ട്. താൽക്കാലികം എന്നതിലുപരി ശാശ്വതമായ സാമ്പത്തിക സഹായങ്ങളും പിന്തുണയുമാണ് ഇത്തരം കുടുംബങ്ങൾക്ക് അധികൃതരിൽ നിന്നും ആവശ്യം. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുടുംബം നേരിടുന്ന മാനസികവും സാമൂഹികവുമായ വെല്ലുവിളികൾ ചെറുതല്ല. കുഞ്ഞിനോടൊപ്പമോ അതിലേറെയോ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നവരാണ് രക്ഷിതാക്കൾ. പലപ്പോഴും സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും ബന്ധുക്കളിൽ നിന്നടക്കം കേൾക്കേണ്ടി വരുന്ന അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും മാതാപിതാക്കളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കും പരിശീലനത്തിനുമായി മുഴുവൻ സമയവും മാറ്റിവെക്കേണ്ടി വരുന്നതിനാൽ മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സാരമായി ബാധിക്കുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അവരെ മാനസികമായി പിന്തുണയ്ക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി കടമയാണ്. ഓട്ടിസം സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി സംഘടനകളും പ്രോഗ്രാമുകളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. സാധാരണ സ്കൂളുകളിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കാൻ ഇവർക്ക് അവസരം ലഭിക്കണം. ഇതിനായി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ രീതി സംസ്ഥാനത്തൊട്ടാകെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇവിടെ ഒരു അധ്യാപകൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ രീതിയിൽ അറിവ് പകരാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടതുണ്ട്. സ്കൂളുകളിൽ മറ്റു കുട്ടികളിൽ നിന്ന് ഇവർ നേരിടാൻ സാധ്യതയുള്ള പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾക്കിടയിലും കൃത്യമായ ബോധവൽക്കരണം നടത്തണം. ഘടനാപരമായി ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വിദ്യാലയങ്ങൾക്ക് കഴിയണം. കുട്ടിക്കാലം പിന്നിട്ട് മുതിർന്നവരാകുമ്പോൾ ഓട്ടിസം ബാധിതർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അവർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുക എന്നതാണ് ഇതിൽ പ്രധാനം. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ താല്പര്യമുണ്ടാകാം. മറ്റു ചിലർക്ക് സംഗീതത്തിലോ ചിത്രരചനയിലോ കാർഷിക ഉൽപാദന മേഖലയിലോ ആയിരിക്കും പ്രാവീണ്യം. ഇത്തരം കഴിവുകൾ കണ്ടെത്തി കൃത്യമായ വൊക്കേഷണൽ ട്രെയിനിംഗ് നൽകാൻ മികച്ച സംവിധാനങ്ങൾ ഉണ്ടാകണം. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് അനുയോജ്യമായ ജോലികൾ നൽകാൻ കോർപ്പറേഷൻ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും മുൻകൈയെടുക്കണം. ഇത് അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമാണിത്. ഓട്ടിസം ഒരു കുറവായി കാണുന്നതിന് പകരം മനുഷ്യന്റെ തലച്ചോറിന്റെ സ്വാഭാവികമായ ഒരു വൈവിധ്യമായി അതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാകണം. ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകാൻ ഏറ്റവും ചുരുങ്ങിയത് അവരെ അസ്വസ്ഥപ്പെടുത്താതിരിക്കാനെങ്കിലുമുള്ള പാകത്തിൽ സമൂഹത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹതാപമല്ല, മറിച്ച് തുല്യമായ പരിഗണനയും അവസരങ്ങളുമാണ് ഇവർ അർഹിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും യാത്രാ സൗകര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കൂടി എളുപ്പത്തിൽ പ്രാപ്യമാകുന്ന രീതിയിലാകണം നഗരങ്ങളുടെയും പുതിയ കെട്ടിടങ്ങളുടെയും നിർമ്മാണം ഉൾപ്പെടെ ആസൂത്രണം ചെയ്യേണ്ടത്. സർക്കാർ തലത്തിൽ ഓട്ടിസം ബാധിതരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അവ പൂർണ്ണതോതിൽ ഫലപ്രദമാകുന്നില്ല എന്ന വിമർശനം വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അവ പൂർണ്ണതോതിൽ ഫലപ്രദമാകുന്നില്ല എന്ന വിമർശനം വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളുടെ കാര്യത്തിൽ വലിയ വർധന ആവശ്യമാണ്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസവും ഉദ്യോഗസ്ഥ തലത്തിലുള്ള നൂലാമാലകളും പൂർണ്ണമായും ഒഴിവാക്കാൻ കർശന നടപടികളുണ്ടാകണം. ഏറ്റവും പുതിയ ആഗോള ആരോഗ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഓട്ടിസം ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ നേരിടാൻ സർക്കാരും ആരോഗ്യ വകുപ്പും ഇപ്പോൾ തന്നെ കാര്യമായ തയ്യാറെടുപ്പുകൾ നടത്തണം. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ തെറാപ്പി കേന്ദ്രങ്ങളും പരിശീലന സൗകര്യങ്ങളും ഒരുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം. ചുരുക്കത്തിൽ, ലോക ഓട്ടിസം അവബോധ ദിനം എന്നത് ഏപ്രിൽ മാസത്തിലെ ഒരു ദിവസത്തെ ആചരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണം. ഓട്ടിസം ബാധിതരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സംതൃപ്തവും പ്രതിഫലദായകവുമായ ജീവിതം നയിക്കാൻ ശരിയായ പിന്തുണയും വിഭവങ്ങളും നാം ഒരുക്കി കൊടുക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു നല്ല നാളെ സൃഷ്ടിക്കാൻ ഈ ദിനം എല്ലാവർക്കും വലിയൊരു പ്രചോദനമായി മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.